നമസ്കാരം. പ്രതീക്ഷിച്ചതൊന്നും ഇല്ലാതെ നിരാശ ജനിപ്പിക്കുന്നതാണ് ഇത്തവണ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റ്. പ്രവാസികളെ പാടെ അവഗണിക്കുന്ന ബഡ്ജറ്റായിരുന്നു ഇത്തവണ അവതരിപ്പിച്ചത്. പേരിന് മാത്രം പ്രവാസിയെ പരിഗണിച്ചുള്ളൂ. വെറും 5 കോടി രൂപയാണ് ബാലഗോപാലിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ പ്രവാസികൾക്കായി വച്ച് നീട്ടിയിരിക്കുന്നത്. അതും ലോക കേരള സഭയടക്കം നാട്ടിലേക്ക് വരുന്ന പ്രവാസി സംഘടനകൾക്ക് ഇൻസെന്റീവ് നൽകുമെന്ന തരത്തിൽ. പ്രവാസി സംഘടനകളുടെ നാട് സന്ദർശന പരിപാടികൾക്ക് വിനോദസഞ്ചാര വകുപ്പിന്റെ പ്രത്യേക ഇൻസെന്റീവ് അനുവദിക്കും. സ്വന്തമായി പാർപ്പിടം വാങ്ങാനും തയ്യാറെങ്കിൽ വാടകയ്ക്ക് നൽകുവാനും പ്രായമായവർക്കുള്ള അസിസ്റ്റന്റ് ലിവിംഗ് സൗകര്യം ഒരുക്കുവാനും ഈ പദ്ധതിയിലൂടെ കഴിയും. കേരളത്തിന്റെ നട്ടെല്ലായ പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനവ് എന്നതടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാതെ ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റ്. ഇതാണ് ബഡ്ജറ്റിന്റെ സ്ഥിതിയെങ്കിൽ ശരിക്കും പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബഡ്ജറ്റ് തന്നെയാകും ഇത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ 200 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷയ്ക്കും മങ്ങലേൽപ്പിച്ചായിരുന്നു ബഡ്ജറ്റ്. എന്നാൽ ക്ഷേമ പെൻഷന്റെ 3 മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമായിരുന്നു ബഡ്ജറ്റിൽ ധനമന്ത്രി പറഞ്ഞത്. അതായത് ഉള്ളത് കൊടുക്കാനോ സർക്കാർ നട്ടം തിരികെയാണ്. ഇനി എങ്ങനെയാണ് കൂട്ടിക്കൊടുക്കുന്നത്? സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷാമബദ്ധത ഏപ്രിലിലെ ശമ്പളത്തിൽ നൽകും. ഭൂനികുതി 50% വർദ്ധിപ്പിക്കുകയും ചെയ്തു. കോടതി ഫീസും വർദ്ധിപ്പിച്ചു. ടൂറിസത്തെ വികസിപ്പിക്കാനായി ഇത്തവണ മന്ത്രിയുടെ കണ്ണ് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിലാണ്. ഇനി അതായിട്ട് കുറയ്ക്കുകയും വേണ്ട. കേരളത്തിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകൾ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഹോം പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്നും നടത്തിപ്പ് രീതികൾ സ്വീകരിച്ച് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്നതാണ് ഇത്. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്തുവാനും ഇതിലൂടെയാകും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തി. വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി പ്രധാന വ്യവസായ ഇടനാഴി വികസിപ്പിക്കും. തീരദേശപാതയോട് ഓരോ 25 കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കും. ഉൾനാടൻ ജലഗതാഗതത്തിന് 500 കോടി രൂപയാണ് മാറ്റിവെച്ചത്. കൊല്ലത്ത് IT പാർക്കും സ്ഥാപിക്കും. ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ അനുവദിച്ചു. കാരുണ്യ പദ്ധതിക്കായി 700 കോടി രൂപയാണ് അനുവദിച്ചത്. പൊതുമരാമത്ത്, പാലങ്ങൾക്കും റോഡുകൾക്കുമായി 3061 കോടി രൂപ വകയിരുത്തി. കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കാൻ 50 കോടി രൂപയും പ്രഖ്യാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് വിഹിതം 15,80.41 കോടി രൂപയായി ഉയർത്തി. ജനറൽ പർപ്പസ് ഫണ്ടായി 2,577 കോടി രൂപയും നൽകും. വ്യവസായങ്ങൾക്കായുള്ള ഭൂമിക്കായി ക്ലിക്ക് പോർട്ടൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചു. കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി അതിവേഗ റെയിൽപാതയ്ക്ക് ശ്രമം തുടരുമെന്നും പറഞ്ഞു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു 600 കോടി ഫെബ്രുവരിയിൽ നൽകുമെന്നും സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. PF-ൽ ലയിപ്പിക്കും. DA കുടിശ്ശികയുടെ 2 ഗഡു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ബഡ്ജറ്റ് പ്രസംഗത്തിൽ കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.